ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ക്രിസ്മസ് കൂട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നെറ്റ് ഉപയോഗിച്ച് ഞാൻ 170 രൂപ കൊടുത്ത് മേടിച്ച നെറ്റാണിത്. ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്, പീസാക്കി കൊണ്ടുവന്നതാണ്. ആദ്യം 1 മീറ്ററാണ് മേടിച്ചേക്കുന്നത്. 1 മീറ്റർ മേടിച്ച ശേഷം ആ നീളത്തിൽ തന്നെ കട്ട് ചെയ്തു. അതിന് ശേഷം ഒരു പീസ് പകുതി കൂടുതൽ കട്ട് ചെയ്ത് ഒരു പീസ് ഇങ്ങനെയും കട്ട് ചെയ്തു. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ക്രിസ്മസ് കൂട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നീളത്തിലുള്ള പീസ് കട്ട് ചെയ്ത പീസ് ഇതാ കറക്റ്റ് അളവിൽ ഇത് മാർക്ക് ചെയ്ത ശേഷം 3 മടക്കുക. ഇതുണ്ടോ, ഒന്നിങ്ങനെ മടക്കി അതിന് ശേഷം അതേ അളവിൽ തന്നെ അടുത്ത മടക്ക് ഇവിടെ വന്നു. അപ്പം ഇങ്ങനെ ഒരു ആകൃതി വന്നു. അതിനുശേഷം മുകളിലോട്ട് പൊങ്ങിയിരുന്ന പീസ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി 2 സൈഡിലേക്ക് മടക്കി ഇങ്ങനെ ഒരു ഷേപ്പ് വന്നു. ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി. അതിനുശേഷം പകുതി കൂടുതൽ കട്ട് ചെയ്ത് വെച്ചിരുന്നൊരു പീസ് ഇതിവിടെ ഇരിക്കട്ടതാ. പകുതി കൂടുതൽ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിൽ മേൽക്കൂരയായിട്ട് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ വളരെ സിമ്പിളായിട്ട് മേൽക്കൂരയായിട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്തു. ഇനി ഇത് കമ്പി വെച്ച് കെട്ടുക. അപ്പോൾ ഒരു പീസ് ഇതിന് ബാക്കി വരുന്നുണ്ട്. ആ പീസ് ഇതിന് ബാക്ക് വശത്ത് ഇങ്ങനെ വെച്ച് കെട്ടി കൊടുത്താൽ അതും ക്ലിയർ ആവും. ഇങ്ങനെ വെച്ച് ഇതും കെട്ടി കൊടുത്താൽ വൃത്തിയായി വരും. ഇതേ മോഡൽ ക്ലിയർ ആയിട്ട് വരും. ബാക്ക് വശത്ത് ഇതായി ഇങ്ങനെ വെച്ച് കെട്ടി കൊടുത്താൽ ഷേപ്പായിട്ട് വരും. ഇത് എല്ലാ വർഷവും നമുക്ക് ഈ ഫ്രെയിം എടുത്ത് വെച്ചാൽ ഉപയോഗിക്കാം. ഇതപ്പോൾ നമ്മൾ നെറ്റ് ഉപയോഗിച്ച് ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. കമ്പി വെച്ച് ചെറിയ കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടിയതാണ്. കണ്ടില്ലേ, ചുറ്റും കെട്ടി പുറകിലുണ്ടായിരുന്ന പീസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേ മോഡൽ സെറ്റ് ചെയ്ത് ഇത്രയും സെറ്റ് ചെയ്യുന്നതിന് 170 രൂപയെ നമുക്ക് ചിലവ് വരുള്ളൂ. 170 രൂപ. നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഒരു കൂടൊക്കെ മേടിക്കണമെങ്കിൽ ഏകദേശം 500, 600, 700 രൂപ വരും. തടിയുടെ ഫ്രെയിം അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോകും ചെയ്യും. ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. നമ്മൾ മേടിക്കുന്ന ട്രീയുടെ അടിയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിന് മുകളിൽ നമ്മൾ പുല്ല് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ ഒട്ടിക്കുക. ഇതിന് ചുറ്റും ബ്രൗൺ പേപ്പർ, പിള്ളേർ പുസ്തകം പുതിയ ഉപയോഗിക്കുന്ന ബ്രൗൺ പേപ്പർ മേടിച്ച് ഒട്ടിച്ചാലും മതി. അത് ക്ലിയർ ആവും. ഇതിൻ്റെ അകത്ത് ഉള്ളിൽ ഉണ്ണീച്ച സെറ്റ് വെക്കുക. ഏത് വലിപ്പമുള്ള ഉണ്ണീച്ച സെറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വലിപ്പം വേണമെങ്കിൽ കൂട്ടാം. വലിയ നെറ്റ് പീസ് മുറിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ വലിപ്പത്തിലുണ്ടാക്കാം. ഇതിപ്പോൾ ഒരു ആവറേജ് മേടിക്കുന്ന ട്രീയുടെ അടിയിൽ വെക്കാവുന്ന വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, എല്ലാ വർഷവും ഉപയോഗിക്കാം, എടുത്ത് വെക്കാം, പോവുകയല്ല. ഓക്കെ, ഇനി തുടർന്ന് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ ഇതായത് പുല്ല് ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞു. ഇത് ലോണിൽ നിന്ന് കട്ട് ചെയ്താണ് പുല്ല്. ഒരു 2 ആഴ്ച കട്ട് ചെയ്ത് നമ്മൾ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. ഇതേപോലെ ഉണങ്ങി കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് പുല്ല് ഇതിൻ്റെ ഉള്ളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് വീഡിയോ കാണിച്ചു തരാം ബാക്കി. ഇപ്പം ക്രിസ്മസ് കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.